ഹലോ അംബികേ, ഇത് ഞാനാ അനന്തംപിള്ള. മനസ്സിലായി. ഓർക്കാപ്പുറത്തിങ്ങനെ വിളിക്കല്ലേ അനന്തപിള്ളേ? എന്ന് വെച്ചാ എനിക്ക് കാര്യങ്ങൾ അറിയിക്കണ്ടേ അംബികേ? അതിനെ അനന്തപിള്ളയെ വിളിക്കാൻ പറഞ്ഞ് എനിക്ക് ആദ്യം ഒരു മെസ്സേജ് തരണം. അപ്പോ ഇവരാരും കാണാതെ ഞാൻ മാറി നിന്ന് വിളിക്കും. ഓ യെസ്. അല്ല, എന്തിനാ ഇപ്പൊ വിളിച്ചേ? വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് അംബികേ. പറ അനന്തപിള്ളേ. കോടികളാ ഞാൻ എറിഞ്ഞു കളിക്കുന്നത്. കോടികൾ എറിയുന്നതല്ലേ ഉള്ളൂ, ഒന്നും തിരിച്ചു വരുന്നില്ലല്ലോ അംബികേ. ഭരണം കൈ കിട്ടുമ്പോഴേ അതൊക്കെ വാരിയെടുക്കാലോ. ഭരണം കയ്യിൽ കിട്ടണമെങ്കിലേ തുട്ടെറിഞ്ഞു കളിക്കണം. ഇപ്പൊ വിളിച്ചതേ ദീപകിന്റെ മണ്ഡലത്തില് ഒരു അട്ടിമറിയുടെ കാര്യം പറയാനാ. പറയ്. മാടപ്പള്ളി മണ്ഡലത്തില് ഉരുളുമല എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ആടി നിൽക്കുന്ന ഒരു 8000 വോട്ട്സ് ഉണ്ട്. അത് മറിക്കണമെങ്കിൽ ഇപ്പോ 1 കോടി രൂപ വരും. അയ്യോ, കാശിന്റെ കാര്യത്തിൽ ദാരിദ്ര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അംബിക 50 ലക്ഷം രൂപ തന്നാ മതി. 50 ലക്ഷം ഞാൻ മറിക്കാം. എന്ത് പറയുന്നു? ആ, ഓക്കെ. ഇനിയാണ് ട്വിസ്റ്റ്. കത്രിക പൂട്ട്. ഹലോ മോളെ, ഇത് ഞാനാ മോളെ. പിന്നെ അനന്തംപിള്ള അങ്കിള്. താൻ എന്ന് മുതല് എന്റെ അങ്കിളായത്? ഗസറ്റില് പരസ്യമൊന്നും കണ്ടില്ലല്ലോ. ചൂടാവാതെ മോളെ. ട്വിസ്റ്റുകൾക്ക് പിറകെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു മഹാ ട്വിസ്റ്റ് ആണല്ലോ നമ്മുടെയൊക്കെ ഈ ജീവിതം. താൻ പെട്ടിപ്രസംഗം നടത്താതെ കാര്യം പറ. മോളെ, ഞാനൊരു ഡീല് സംസാരിക്കാനാ വിളിച്ചത്. അതും മോൾക്ക് വളരെ പ്രയോജനമുള്ളൊരു ഡീല്. ഡീലോ? യെസ്, ഡീൽ. ഇതൊരു ഇലക്ഷൻ ഡീലാ. ഇത് തൽക്കാലം ആരും അറിയരുത്. അറിഞ്ഞാൽ മോൾക്കുണ്ടാകാൻ പോകുന്ന പ്രയോജനം നഷ്ടമാകും. അതുകൊണ്ട് നാളെ രാവിലെ ശാസ്ത്രി നഗറിന് മുമ്പിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള എന്റെ വീട്ടിൽ വരണം.